ഇടുക്കി ജില്ലയിൽ സംഘടിപ്പിച്ചു വന്ന റോഡ് സുരക്ഷാ വാരാചരണം സമാപിച്ചു. ഇതോടനുബന്ധിച്ച് തൊടുപുഴ ന്യൂമാൻ കോളേജിൽ നടന്ന സമാപന യോഗം കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സാജു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നേതൃത്വം നൽകി. മോട്ടോർ വാഹന വകുപ്പ്, ഇടുക്കി നെഹ്റു യുവകേന്ദ്ര എന്നിവ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ദേശീയ റോഡ് സുരക്ഷാ വാരാചരണത്തിന്റെ ജില്ലാതല പരിപാടികൾക്ക് സമാപനമായി. തൊടുപുഴ ന്യൂമാൻ കോളേജ്, NSS യൂണിറ്റ്, ജില്ലാ യൂത്ത് ക്ലബ്ബ് എന്നിവയുടെ സഹകരണത്തോടെ കോളേജ് റോഡിൽ ട്രാഫിക് ബോധവൽക്കരണ പരിപാടി സമാപനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. പരിപാടിയുടെ സമാപന സമ്മേളനം ന്യൂമാൻ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സാജു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. അമ്മ അവിടെ നിന്ന് ബുദ്ധിമുട്ടുന്ന കണ്ടപ്പോഴത്തേക്കും ആ തൽക്കാലത്തേക്ക് അവിടെ നിന്ന് മാറ്റി ആ പ്രയോറിറ്റി അമ്മയ്ക്ക് കൊടുത്തുകൊണ്ട് ആ ഒരു മാനുഷിക പരിഗണന അവിടെ കൊടുത്തു. ഇത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ അജിൻ സാർ ക്ലാസ് എടുത്ത് പറഞ്ഞത്, നമ്മൾ ആ കുട്ടികളെ ഒരു ഡ്രൈവറെ നമ്മൾ ഗ്രീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊരു പുഞ്ചിരോട് ഗ്രീറ്റ് ചെയ്യുക. അപ്പോൾ അദ്ദേഹം ഒരു വയലേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പരോക്ഷമായിട്ടോ അങ്ങനെയല്ല സംസാരിക്കേണ്ടത്. വി ആർ എ പാർട്ട് ഓഫ് ദി ട്രാഫിക് അവയർനെസ് പ്രോഗ്രാം. ഞങ്ങൾ നിങ്ങളെ സല്യൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളെ ഗ്രീറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടല്ലോ, നല്ല ആയിട്ട് പോകുന്നു, നല്ല ശുഭയാത്ര നിങ്ങൾക്ക് ആശംസിക്കാം. അല്ലാത്തവരോട് ചേട്ടാ അടുത്ത പ്രാവശ്യം നമുക്ക് ഹെൽമെറ്റ് വെച്ചിട്ട് യാത്ര ചെയ്യാം. ഇങ്ങനെ രീതിയിലൊരു ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെ ഭാഗത്ത് നമുക്ക് നടത്തുവാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഈ കാര്യത്തിൽ ഞാൻ കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. ആ കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് അവർ നല്ല ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ക്യാമറയൊക്കെ വന്നതിന് ശേഷം അത് കൃത്യമായിട്ട് അത് ഫോളോ അപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെയും കൂടെ ഒരു ഉത്തരവാദിത്തമാണ്. നമ്മൾ കുട്ടികളായിട്ടുള്ള നിങ്ങളുടെ അടുത്തുള്ള നല്ല എക്സ്പെർട്ട് ഡ്രൈവേഴ്സൊക്കെ ആവും എങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ നിൽക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മളെല്ലാവരും കടപ്പെട്ടവരാണ് ഈ നിയമങ്ങൾ പാലിക്കാൻ വേണ്ടി. അതുപോലെ നമ്മുടെ കൂടുതലുള്ളവരോടും ഈ നിയമങ്ങൾ പാലിക്കുവാനും അങ്ങനെ ഒരു ഉത്തമ പൗരന്മാരായിട്ട് വളരുവാൻ വേണ്ടി നമുക്ക് നിർബന്ധരാക്കേണ്ട അല്ലെങ്കിൽ അവരെ ഉദ്ബോധിപ്പിക്കേണ്ട ചുമതലകൾ നമുക്കുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പ്രിൻസ് പീറ്റർ ചടങ്ങിൽ അധ്യക്ഷനായി. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ TJ അജയൻ വോളണ്ടിയർമാർക്ക് ട്രാഫിക് ബോധവൽക്കരണ പരിപാടികൾ സംബന്ധിച്ച മാർഗനിർദ്ദേശം നൽകി. ജില്ലാ യൂത്ത് ക്ലബ് സെക്രട്ടറി N. രവീന്ദ്രൻ യോഗത്തിൽ സ്വാഗതം ആശംസിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ സിസ്റ്റർ നോയൽ റോസ് നന്ദി പറഞ്ഞു. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.